മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രം നേരിന്റെ വിജയം വിഷ്ണു എന്ന ആരാധകനൊപ്പം കേക്ക് മുറിച്ച് ആഘോഷിച്ച് ലാലേട്ടനും സംഘവും. ദിവ്യാംഗനായ കൊല്ലം സ്വദേശി വിഷ്ണു നേര് കണ്ടിറങ്ങിയപ്പോൾ നടത്തിയ പ്രതികരണം വൈറലായിരുന്നു. മോഹൻലാലിനെ കാണണമെന്ന ആഗ്രഹം വിഷ്ണു പ്രകടിപ്പിച്ചിരുന്നു. പ്രത്യേക അവകാശവാദങ്ങളൊന്നുമില്ലാതെ പുറത്തിറങ്ങിയ മോഹൻലാലിന്റെ ക്രിസ്മസ് ചിത്രമായ നേര് റിലീസിംഗ് ദിവസം തന്നെ ജനങ്ങൾ ഏറ്റെടുത്തിരുന്നു. മോഹൻലാലിന്റെ എക്കാലത്തെയും വലിയ ഹിറ്റുകളിലൊന്നായി നേര് മുന്നേറുമ്പോൾ മോഹൻലാലിന്റെ കട്ട ഫാനായ വിഷ്ണുവിനെയും വേദിയിലെത്തിച്ച് ക്രിസ്മസ് കേക്ക് മുറിച്ച് വിജയാഘോഷം ഗംഭീരമാക്കി. സിനിമ വിജയിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ പ്രയാസമുള്ള ഒരു സമയത്താണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നല്ല സിനിമകൾക്ക് നല്ല പ്രേക്ഷകരുണ്ടാകും എന്നൊരിക്കൽ കൂടി തെളിയിച്ചൊരു സിനിമയാണ് നേര്. സംവിധായകൻ ജിത്തു ജോസഫും ചിത്രത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പതിവിലുമധികം വാചാലനായി. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. ഞാൻ സാധാരണ ഇത്രയും സംസാരിക്കാറില്ല, പക്ഷെ ഇന്ന് ഇത്രയും സംസാരിക്കണം എന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ കൂടുതൽ സമയം എടുത്തതാണ്. നേരിലെ രാജശേഖരൻ എന്ന അഭിഭാഷകനെ പോലെ തനിക്ക് ചീത്തപ്പേരുണ്ടാക്കിയ മറ്റൊരു കഥാപാത്രം സിനിമാ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെന്നതായിരുന്നു നടൻ സിദ്ദിഖിന്റെ പ്രതികരണം. ഈ അടുത്ത കാലത്ത് എനിക്ക് ഇത്രയും ചീത്തപ്പേരുണ്ടാക്കിയ ഒരു സിനിമയില്ല. പക്ഷെ ആ ചീത്തപ്പേരാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത്. എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞത് തിയേറ്ററിൽ വന്നാൽ ആളുകൾ 2 എണ്ണം പൊട്ടിക്കും എന്നാണ് എല്ലാവരും പറഞ്ഞത്. നായികയായി വേഷമിട്ട അനശ്വരയ്ക്കും നേരെ വലിയ ബ്രേക്കാകുമെന്നാണ് വിലയിരുത്തുന്നത്. ജിത്തുവിന്റെയും മോഹൻലാലിന്റെയും മികവ് സിനിമയുടെ വിജയത്തിൽ നിർണായകമായെന്ന് നടൻ ജഗദീഷും അഭിപ്രായപ്പെട്ടു. മേജർ ഫാക്ടേഴ്സ് എന്ന് ഞാൻ കണക്കാക്കുന്ന ഒരു സംവിധായകന്റെ മികവും ഒരു നായകന്റെ അഭിനയ തികവുമാണ് ഏറ്റവും വലിയ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ്. നേരിന്റെ 2ാം ഭാഗം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ജിത്തു ജോസഫ് കൃത്യമായ ഉത്തരം നൽകിയില്ലെങ്കിലും സാധ്യത തള്ളിക്കളയാനാകുന്നതായിരുന്നില്ല പ്രതികരണം. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.